ഓൾജിൻ സ്കോക്ക് നാരായണീൻ്റെ 3 ആൺമക്കൾ, ഡയറക്ടർ, റൈറ്റർ ശരൺ വേണുഗോപാൽ. ഇങ്ങനെ എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഈ പടം. നമ്മൾ വിചാരിക്കും ഇത് എന്താ ഇങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനെയാണ്, എക്സ്ട്രീംലി റിയലിസ്റ്റിക്കാണ്, റിയൽ ടൈമാണ്. ഒരുത്തനിങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ അവൻ ആലോചിക്കില്ല, എന്നിട്ട് അവൻ പറയുക. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, നമ്മൾ തിരക്കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ മറ്റവൾ അതിന് റിപ്ലൈ പറയണം, അവളിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും സ്ലോ ആയിട്ടുള്ള പരിപാടിയാണ്. ഓക്കെ, ദാറ്റ്സ് ഡയറക്ടേഴ്സ് റൈറ്റ്, അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഇതൊരു തിയേറ്ററിൽ പോയിട്ട് കാണുമല്ലേ, സിനിമ കാണാൻ വേണ്ടി പോയതല്ലേ, അപ്പോഴിത് കണ്ട് തീരണ്ടേ. കണ്ട് തീരാതിരിക്കാൻ കാരണം ഇതാണ് ഇതിൻ്റെ പേസ്. ഈ സിനിമ ക്വാളിറ്റി ഇല്ലാത്ത സിനിമയാണെന്നോ അല്ലെങ്കിൽ ഇത് ടെക്നിക്കൽ ക്വാളിറ്റി ഇല്ലാത്ത സിനിമയാണെന്നോ ഇതിലെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് മോശമാണോ ഇതിൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന തീം മോശമാണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ പേഴ്സണലി എനിക്ക് ഇത്രയും പേസ് കുറഞ്ഞ പടം ഫോർ ദ സേക്ക് ഓഫ് ദാറ്റ് എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. 2 മണിക്കൂർ താഴെയുള്ളൊരു സിനിമ കണ്ടിട്ട് എല്ലാം കൂടെ ഒരുമാതിരി 10 വർഷം പരോളിൽ കിടന്നിട്ട് നമ്മളതിന് കാത്തിരിക്കൂലേ പരോൾ കിട്ടാൻ വേണ്ടി, അതുപോലെ എനിക്ക് ഫീൽ ചെയ്ത്. ഇതിപ്പോഴൊരു ഒരു ഒരു മലങ്കൾട്ടാണെങ്കിലും ഓക്കെ, ഇറ്റ്സ് ഫൈൻ. അല്ലെങ്കിൽ അത്രയും എക്സ്ട്രീമായിട്ട് ഒരു ഈസ്തറ്റിക് വാല്യൂ ഉള്ള അല്ലെങ്കിൽ ഒരു വിഷ്വലായിട്ട് അങ്ങനെ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കണക്ഷൻ കിട്ടിയിട്ടുള്ള പടമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നാരായണി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരുടെ 3 മക്കൾ, അതിൽ തന്നെ ഒരു മോൻ ജോജി അവതരിപ്പിച്ച കഥാപാത്രം നാട്ടിൽ തന്നെയുള്ള ആളാണ്. മറ്റ് 2 പേര് പുറത്തുനിന്ന് വന്നതാണ്, അലൻസീറും അതുപോലെ തന്നെ സുരാജിൻ്റെ. അപ്പോൾ ഇവർ 3 പ്രധാന കഥാപാത്രങ്ങൾ. പിന്നെ ഈ നാരായണിയും, പിന്നെ ജോജുവിൻ്റെ കഥാപാത്രത്തിൻ്റെ ഭാര്യയും മക്കളൊന്നുമില്ല. പിന്നെ ഉള്ളത് അലൻസീറിന് ഒരു മോള്, സുരാജിന് ഒരു മോൻ. ജോബി ജോർജ് തടത്തിൽ, ഗുഡ്വിൽ എൻ്റർടൈൻമെൻ്റ് ആണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. അപ്പു പ്രഭാകർ DOP, ജ്യോതി സ്വരൂപ് പാണ്ഡ എഡിറ്റർ. ടെക്നിക്കലി ഞാൻ പറഞ്ഞില്ലേ, ടെക്നിക്കലിയൊക്കെ ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ രാഹുൽ രാജ് ആണ് ഒറിജിനൽ സ്കോർ ആൻഡ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. രാഹുൽ രാജിന് വലിയ പണിയൊന്നുമില്ല, 1-2 പാട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ഒറിജിനൽ സ്കോറിൻ്റെ ഡ്യൂറേഷൻ വളരെ കുറവാണ്, മിക്കപ്പോഴും സൈലൻസാണ്. പിന്നെ ഇവരിങ്ങനെ കാത്തിരിക്കില്ലേ പരസ്പരം സംസാരിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ മിണ്ടി ഇനി നീ മിണ്ടെന്ന് പറഞ്ഞിരിക്കുമല്ലേ. അപ്പോൾ അതിനിടയ്ക്ക് സ്കോറൊന്നുമില്ല. രാഹുൽ രാജ് വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക, ചില സാധനങ്ങൾ, ചില ക്യൂസൊക്കെ, അത്രയേ ഉള്ളൂ. അതുപോലെ മറ്റ് ടെക്നീഷ്യൻസ് എല്ലാവരും തന്നെ ബിഹൈൻഡ് ദ ക്യാം വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ക്വാളിറ്റി ഉള്ള ആളുകളാണ്. അത് സിനിമയ്ക്ക് മൊത്തത്തിൽ ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത്, ഒന്ന് ആനന്ദം അക്ഷയ്, തോമസ് മാത്യു ആനന്ദത്തിൽ, മറ്റേത് മാത്യു തോമസാണ്. നെസ്ലൻ്റെ കൂടെ നടക്കുന്നത് മാത്യു തോമസ്. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വിദേശത്ത് എങ്ങാണ്ടോ പഠിച്ചു വന്ന സുരാജിൻ്റെ മോനാണ്. അപ്പോൾ പുള്ളി ഇത് സിംഗ് സൗണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളി പിന്നെ ഈ സിനിമ 1-2 വർഷം മുമ്പ് എങ്ങാണ്ട് ഷൂട്ട് ചെയ്താൽ, മനസ്സിലായില്ലേ. അപ്പോൾ ഇതിൽ ഈ പുള്ളി ഡയലോഗ് പറയുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ ഒരുമാതിരി ക്രിഞ്ച് ഫീൽ ചെയ്യാം. ഇതിൽ ഒരു കൈൻഡ് ഓഫ് ഒരു അറ്റാച്ച്മെൻറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഗാർഗി ആനന്ദ് ചെയ്ത കഥാപാത്രം, അതായത് അലൻസീറിൻ്റെ മോള്. അപ്പോൾ ഐ റിയലി ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ദാറ്റ് വാസ്, വെദർ ഇറ്റ് ഈസ് ഇൻസെസ്റ്റ്, അതെനിക്കറിയില്ല. എന്തായി കഴിഞ്ഞാലും അവരുടെ സീൻസാണ് എനിക്ക് ഏറ്റവും ഭീകരമായിട്ടുള്ള വലിച്ചിൽ. അതായത് ഞാൻ പറഞ്ഞ ഈ സാധനം, ഈ പറഞ്ഞ ഇദ്ദേഹം സംസാരിക്കും, ഇനി നീ മിണ്ട്, അപ്പോൾ മറ്റവൾ ഇനി ഞാൻ മിണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും. അതിനിടയ്ക്ക് അതുപോലെ ഗാർഗിയും അവളുടെ അമ്മയും സജിത മഠത്തിലും തമ്മിലുള്ളൊരു സംഭാഷണം. ഇതൊക്കെ കുറേ സമയം ഇങ്ങനെ ക്യാമറ അവിടെ വെച്ചിട്ട് ഇവരിങ്ങനെ സംസാരിക്കുക. ഇത് ഞാൻ ഈ സിനിമയുടെ പേസിനെയോ ഇതിൻ്റെ ഒരു ഈസ്തറ്റിക് വാല്യൂനെയോ അല്ലെങ്കിൽ ഈ സിനിമ മേക്ക് ചെയ്ത രീതിനെന്നല്ല പറയുന്നത്. ഇത് കണക്റ്റ് ആവുന്നില്ല, പേഴ്സണലി എനിക്ക് കണക്റ്റ് ആവുന്നില്ല. അത് ഫോർ ദ സേക്ക് ഓഫ് എന്ന് ഫീൽ ചെയ്യാം. പ്രത്യേകിച്ചും ഈ പറഞ്ഞ തോമസ് മാത്യുവിൻ്റെ ആക്ടിംഗ് ഒക്കെ ഇത്തരം സിനിമകൾ എടുക്കുന്ന സമയത്ത് ഗാർഗി നന്നായി ചെയ്തിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അവരുടെ പെർഫോമൻസ് വാസ് ഗുഡ്, റിയലി ഗുഡ്. അപ്പോൾ ഇത്തരം സിനിമകൾ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആക്ടേഴ്സ് അത്രയും കിടുമായിരിക്കണം, ക്യാമറ വെച്ചത് ഫീൽ ചെയ്യാനേ പാടില്ല. അതവരെ പെർഫോമൻസ് കൊണ്ടാണ്. പഴയ ശങ്കരാടി ഒടുവിൽ ചെയ്യുന്ന ടൈപ്പ് പരിപാടിയില്ലേ സത്യനന്ദക്കാട് പടങ്ങളിലൊക്കെ, അതായത് നമുക്കവർ അഭിനയിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പണി പാളി പിന്നെ സിനിമ എക്സ്പോസ്ഡായി. ഇപ്പോൾ അടൂരിൻ്റെ പടങ്ങൾ, ജി അരവിന്ദൻ്റെ പടങ്ങൾ, ഇതൊക്കെ ഞാൻ ആസ്വദിക്കുന്ന. അതായത് അടൂരൊക്കെ ക്യാമറ വെച്ചിട്ട് അങ്ങ് പോവാം, മനസ്സിലായില്ലേ. ജി അരവിന്ദൻ ഒരാൾ ഫോളോ ചെയ്യുക കിലോമീറ്ററോളം, അതൊക്കെ.
പക്ഷേ അത് ആ സിനിമയുടെ ടോട്ടൽ ഗ്രാമറായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. അത് സംഭവിക്കുന്നില്ല. ഇതിപ്പോൾ ആൾക്കാർ പിന്നെ പറയുന്നത് MTയുടെ നോവൽ പോലെ കുറച്ച് മുൻപുണ്ടായിരുന്നു രമ്യത്തെ ശിഖിത വെള്ളി മനോഹരം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതങ്ങനെയല്ല. ഇത് സിനിമയുടെ ഗ്രാമർ, അതിൻ്റെ ഒരു പിന്നെ ലാംഗ്വേജ് എല്ലാം ഡിഫറെൻ്റ് അല്ലേ. ഇത് നോവൽ പോലെയാണ്, മുത്തശ്ശി കഥ പോലെയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തിയേറ്ററിൽ ഇത് കാണുന്ന സമയത്ത് ഇതിങ്ങനെ കണ്ടിരിക്കാൻ തോന്നണം. അതില്ലെങ്കിൽ പണി പാളിയെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ വല്ല ഫെസ്റ്റിവലിലാണെങ്കിൽ ഓക്കെ, ആൾക്കാരിങ്ങനെ എന്തും കാണാൻ തയ്യാറായിട്ട് മെൻ്റലി പ്രിപ്പയർഡായിട്ട് പ്രജുഡിസായിട്ട് ഞാനിതോ ഫെസ്റ്റിവലിന് വന്നതാണ്, എനിക്ക് ടാഗ് ഉണ്ട് എല്ലാം പറഞ്ഞ് പോയിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ. അപ്പോൾ ആൾക്കാരെ കണ്ടോളും, അവർക്ക് കുഴപ്പമില്ല. ഇതങ്ങനെയില്ല. ഇത് സാധാരണ ഒരു ടിക്കറ്റൊക്കെ എടുത്ത് കാണുന്ന സമയത്ത് ഇറ്റ്സ് എ പ്രോബ്ലം. പെർഫോമൻസിൽ ജോജുവും അലൻസിയറും. ജോജു ആസ് ഓൾവേസ് ഗുഡ്. അലൻസിയർ അറിയാലോ, അങ്ങനത്തെ ക്യാരക്ടേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി അങ്ങ് പെർഫോം ചെയ്യും. പിന്നെ സുരാജ് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പുള്ളി കുറേ നാളായിട്ട് അത്തരം ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കും കേക്ക് വാക്കാണ്, പുള്ളി കിടുവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഷെല്ലി ആൻഡ് കുമാർ സുരാജിൻ്റെ ഭാര്യയായിട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ സരസ ബാലശ്ശേരിയൊക്കെ ഉണ്ട്. അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്, ഒരു വെറുപ്പിക്കൽ ക്യാരക്ടറാണ്. അവർ വെറുപ്പിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പൊന്നോ, 2 പിള്ളേർ. ഒന്ന് ഗാർഗിയുടെ ഫ്രണ്ടായിട്ട് വന്ന ഒരു പെൺകുട്ടി. അയ്യയ്യോ, ഒന്നും പറയണ്ട, ഒരുമാതിരി. അത് ആ കുട്ടിക്ക് കൊടുത്ത സീൻസും അങ്ങനെ തന്നെ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട്. അമ്മ വിളിക്കുന്നേ, ഞാൻ പോയിട്ട് തക്കലി കൊടുത്ത് വരാവേ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അത് കൂടാതെ ഒരു പയ്യൻ DJ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് കൊയിലാണ്ടിയാണ് കഥ സെറ്റ് ചെയ്തിരിക്കുന്നത്. വെറുതെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് DJ എന്ന് പറഞ്ഞൊരു പയ്യനെ കൊണ്ടുവന്ന് അവൻ എന്തൊക്കെയോ കാണിക്കുന്നു. അങ്ങനെ കുറേ വേണ്ടാത്ത കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ആസ് എ ഹോൾ ജോജുവിൻ്റെയും അലൻസിയറിൻ്റെയും സുരാജിൻ്റെയും നല്ല പെർഫോമൻസ് ഉള്ള, എന്നിരുന്നാൽ വളരെ വളരെ റിയലിസ്റ്റിക്കായിട്ട് റിയൽ ടൈമിൽ ആളുകൾ സംസാരിക്കുക ഇടപെടുകയൊക്കെ ചെയ്യുന്ന അത്രയും സ്ലോ ആയിട്ടുള്ള, എനിക്ക് പേഴ്സണലി ഉറക്കം തൂങ്ങിയിട്ടുള്ള ഒരു സിനിമ. അതാണ് നാരായണീൻ്റെ 3 ആൺമക്കൾ. ട്രെയിലർ കണ്ടിട്ട് ഒരു സിനിമയെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്. ഈ സിനിമയുടെ ട്രെയിലർ കാണുക, അതിൻ്റെ പേസ് കാണുക, എന്നിട്ട് ഈ സിനിമ കാണുക. അപ്പോൾ മനസ്സിലാവും ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത്.